ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലെപ്പോ സ്റ്റഡി. ഇന്ന് ഞാൻ കുനാഫ ഡോൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വീട്ടിലങ്ങനെ കുനാഫ ഡോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാ ഷോപ്പിലും നമുക്ക് കുനാഫ ഡോ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൈദ, കോൺഫ്ലവർ, ഉപ്പ്, ഓയില്, പിന്നെ വെള്ളം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ യൂസ് ചെയ്യുക. ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഇതൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും ലംസ് ഇല്ലാതെ, കട്ടകളില്ലാതെ ഈ മൈദൻ്റെ മിക്സ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നിങ്ങളിപ്പോൾ മിക്സി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ടും ഇത് അടിച്ചെടുക്കാം. മിക്സി തന്നെ ചെയ്യണമെന്നില്ല, ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഒട്ടും കട്ടയില്ലാണ്ട് വേണം ഈ മിക്സ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്നിട്ട് ഒരു ബോട്ടിലിൽ സ്ക്യൂസ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നല്ല പോലെ ഒന്ന് സ്ട്രെയിനറിലിട്ടിട്ട് അരിച്ചെടുക്കാം. ചെറിയ ഹോൾസുള്ള സ്ട്രെയിനർ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. നമ്മുടെ ചായൻ്റെ അരിപ്പൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതാ ഇവിടെ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ സുർക്കൻ്റെ ബോട്ടിൽ എടുത്താൽ മതി. അതിൻ്റെ ക്യാപ്പിന് ഒരു നീഡിൽ അല്ലെങ്കിൽ സേഫ്റ്റി പിന്ന് യൂസ് ചെയ്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. സേഫ്റ്റി പിന്നും നീഡിലും ഒന്ന് ചൂടാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഹോൾ വന്നോളും. ഇനി ഈ ബോട്ടിലിൽ നമുക്ക് ഈ മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്തതിന് ശേഷം അടുപ്പിട്ടിട്ട് ടൈറ്റായിട്ട് തന്നെ മൂടാം. ഹോള് പിന്നുകൊണ്ട് ഇടുമ്പോൾ നല്ല ചെറിയ ഹോള് വേണം ഇട്ട് കൊടുക്കാൻ. അധികം വീതിയുള്ള ഹോൾ ഇട്ട് കൊടുക്കരുത്. ഇനി ഒരു ഫ്രൈ പാന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ദോശൻ്റെ കല്ല് യൂസ് ചെയ്താൽ മതിയാവും. ഇനി പാന് ചൂടായി വന്നാൽ, നല്ലപോലെ ചൂടായി വന്നാൽ ഫ്ലെയിം മീഡിയത്തിൽ അല്ലെങ്കിൽ ലോയിലിടുക. എന്നിട്ട് ബോട്ടിലൊന്ന് പ്രസ് ചെയ്തിട്ട് മിക്സ് നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ അല്ലെങ്കിൽ ലോയിലിടുക കേട്ടോ. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. 10 സെക്കൻഡിന് ശേഷം നമുക്കിതൊന്ന് തട്ടി നീക്കിയാൽ ഇത് ഫ്രൈ പാനിൽ നിന്ന് വിട്ടു പോന്നോളും. നമ്മുടെ ഡോ ഫ്രൈ പാനിൽ നിന്ന് വിട്ടു പോന്നാൽ അത് മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് കവർ ചെയ്ത് വെക്കുക. ഒരു കോട്ടൻ്റെ തുണി എങ്ങാനും വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുക. ഇതേപോലെ നമുക്ക് എല്ലാ കുനാഫ ഡോവും ഇങ്ങനെ സ്ക്യൂസ് ചെയ്തെടുത്താൽ മതിയാവും. ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കാതിരിക്കുക. ലോയിൽ അല്ലെങ്കിൽ മീഡിയം ലോയിൽ വെച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കുനാഫൻ്റെ ഡോ നമുക്കൊന്ന് തട്ടിക്കൊടുത്താൽ അത് പാനുമെന്ന് വിട്ടുപോരും. ആ സമയത്ത് വേഗം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് പാത്രത്തിൽ വെച്ചിട്ട് കോട്ടൻ്റെ തുണി കൊണ്ട് മൂടി വെക്കുക. തുണി കൊണ്ട് മൂടി വെക്കാൻ വിട്ടുപോകരുത് കേട്ടോ. ഇതേപോലെ നമ്മൾ കുറേ വട്ടം ചുറ്റിച്ചിട്ട് നമ്മുടെ ഡോ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഡോ ആകുമ്പം അത് കുറച്ചുകൂടെ തിന്നായിരിക്കും. അവർ മെഷീനിലാണല്ലോ ഉണ്ടാക്കുക. ഇത് കുറച്ച് തിക്കായിരിക്കും, പക്ഷേങ്കിൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഡോ വെച്ചിട്ട് നമുക്കൊരു വലിയ കുനാഫ ഉണ്ടാക്കാൻ പറ്റും. ഒരു ലാർജ് കുനാഫ ഉണ്ടാക്കാൻ പറ്റും. ഈ കുനാഫിൻ്റെ ഡോ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. ഒരു സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ഏകദേശം 1 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.